നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഇപ്പോൾ ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരോഗ്യ രംഗത്തും പല പല പുരോഗതികളുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ പ്രസവത്തിൻ്റെ കാര്യത്തിൽ പുരോഗതി എന്താണ്? പ്രസവം എന്നും എപ്പോഴും ഒരുപോലെയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങളെയൊക്കെ കാണാൻ വരുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ വാട്ടർ ബർത്ത് അവൈലബിൾ ആണോ, അതായത് വെള്ളത്തിലേക്ക് പ്രസവിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഞങ്ങൾ ആലോചിക്കാറുണ്ട്, എന്താണ് ഈ വാട്ടർ ബർത്തിനോട് ഇത്രയൊരു അട്രാക്ഷൻ എന്ന്. ഏത് പുതിയ കാര്യം വരുമ്പോഴും അത് പുതിയ രീതിയിൽ ചെയ്യാനുള്ള പുതിയ തലമുറയുടെ ഒരു ആവേശമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ടോ എന്നൊന്ന് വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇപ്പോൾ ഞങ്ങൾ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റട്രിക്സിന് ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. ഇന്ത്യയിലുണ്ട്, അന്താരാഷ്ട്ര നിലവാരത്തിലുണ്ട്, ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെയുണ്ട്. അമേരിക്കൻ കോളേജ് ഓഫ് ഗൈനക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള ഈ പ്രൊഫഷണൽ ബോഡീസിൻ്റെ അഭിപ്രായം ഒന്ന് പരിശോധിച്ചാൽ ഇതിന് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ, ആരോഗ്യപരമായിട്ട് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് കൂടുതൽ അഡ്വാൻറ്റേജസ് ഒന്നുമില്ല, കണ്ടിട്ടില്ല ഇതുവരയ്ക്കും. ഇപ്പോൾ ഇതിനകത്ത് ആകെ എന്താണ് ഈ വാട്ടർ ബാത്ത് എന്ന് പറയുന്നത്? നമ്മൾ വയറ്റിനകത്ത് കുഞ്ഞിൻ്റെ ചുറ്റും വെള്ളമുണ്ട്. ആ വെള്ളം പൊട്ടി സർവിക്സ് ഡയലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് പ്രസവം അടുത്ത് കഴിയുമ്പോൾ കുഞ്ഞ് ആ വെള്ളത്തിൽ കുളിച്ച് വെള്ളത്തോടു കൂടി തന്നെ വെളിയിൽ വരുന്നു. നമ്മൾ കുഞ്ഞിനെ എടുക്കുന്നു, തുടയ്ക്കുന്നു, അമ്മയുടെ പാല് കുടിപ്പിക്കുന്നു, പിന്നെ നമ്മൾ പൊതിഞ്ഞു വയ്ക്കുന്നു. പക്ഷേ ഇതിനു പകരം ഒരു വാട്ടർ ബാത്തിൽ അമ്മയെ കിടത്തിയിട്ട് പ്രസവം വാട്ടർ ബാത്തിൽ തന്നെ ആക്കുക, വെള്ളം നിറച്ച ഒരു ടബ്, അതാണ് വാട്ടർ ബാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, ആക്കുക എന്നതാണ് ഈ വാട്ടർ ബാത്തിൽ ഉള്ള പ്രസവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടോ? ഒരു ഗുണം നമുക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ വെള്ളത്തിനകത്താണെന്ന് വിചാരിച്ചോളൂ. വെള്ളത്തിനകത്ത് വെച്ച് നമുക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ തീക്ഷ്ണത കുറയും. വെളിയിൽ നിൽക്കുമ്പോൾ നമുക്കൊരടി കൊണ്ടാൽ നന്നായിട്ട് വേദന എടുക്കും. വെള്ളത്തിനകത്ത് വെച്ചൊരടി കൊണ്ടാലോ അത് നമ്മൾ അറിയുക പോലും ഇല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം, അതായത് പേഷ്യൻ്റ് വെള്ളത്തിനകത്ത് കിടക്കുമ്പോൾ, പ്രസവിക്കുന്ന സ്ത്രീ വെള്ളത്തിനകത്ത് കിടക്കുമ്പോൾ ആ വേദന കുറച്ച് കുറഞ്ഞ് കിട്ടുമോ എന്ന് നമുക്കൊരു അഭിപ്രായം. പക്ഷേ അതും തെളിയിക്കണമെങ്കിൽ വാട്ടർ ബാത്ത് പ്രസവങ്ങൾ പ്രചാരത്തിൽ വരണം. ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, വെള്ളത്തിനകത്ത് കിടക്കുമ്പോൾ ഈ ഗർഭിണിയുടെ മൂവ്മെൻറ്റ്സ് ഒന്ന് ചരിയാനും പിരിയാനും ഞെളിയാനും ഒന്ന് എണീറ്റിരിക്കാനുമുള്ള ആയാസം കുറഞ്ഞു കിട്ടും. മറ്റേത് വയറ്റിൽ വേദന വരുന്നു, ഭാരവും കൊണ്ട് എണീക്കണം, ചരിയണം എന്നൊക്കെ പറയുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണ്ടി വരും. ഇത് വെള്ളത്തിനകത്താവുമ്പോൾ സൈഡിൽ പിടിച്ചുകൊണ്ട് അത് ചരിയാനും എണീക്കാനും ഒക്കെ കുറച്ചും കൂടെ ആയാസരഹിതമായിരിക്കും എന്നുള്ളത്. ഇത് രണ്ടുമാണ് നമ്മൾ കാണുന്ന ഇതിനകത്ത് വരാവുന്ന ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ചോദ്യം വരും, ദോഷം എന്തെങ്കിലും ഉണ്ടോ? ദോഷം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട പോലെ ചെയ്താൽ അതിനകത്ത് ദോഷങ്ങളില്ല. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൈ വൃത്തിയാക്കുന്നു, അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ കിടത്തുന്ന സ്ഥലം വൃത്തിയാക്കുന്നു, ഇടുന്ന തുണി വൃത്തിയാക്കുന്നു, ഓപ്പറേറ്റ് ചെയ്യേണ്ട തൊലിപ്പുറം വൃത്തിയാക്കുന്നു, ഇതെല്ലാം, അതുപോലെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വൃത്തിയാക്കുന്നു, തയ്ക്കുന്ന തുന്നൽ സാമഗ്രികൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്ത് വയ്ക്കുന്നു, അണുവിമുക്തമാക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് അപകട സാധ്യത? കുറവാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും. നമ്മളിവിടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിനകത്ത് അണുബാധ പാടില്ല. വെള്ളം നമ്മൾ കൃത്യമായി സ്റ്റെറിലൈസ് ചെയ്ത വെള്ളം തന്നെ ആയിരിക്കണം അതിനകത്ത് വരുന്നത്. അതുപോലെ ആ വെള്ളം നീക്കം ചെയ്യാനുള്ള സംവിധാനം അതിനകത്തുണ്ടാകണം. അതുപോലെ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ കുഞ്ഞിനെ നമ്മൾ റിസീവ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അഥവാ അണുബാധയുള്ള വെള്ളമാണ് കുഞ്ഞുമൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നതെങ്കിൽ കുഞ്ഞിന് അണുബാധ വരാം. ഇങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ലാതെ തന്നെ ഒരു നൂതന രീതി എന്നുള്ള ഒരു സന്തോഷം പ്രസവിക്കുന്നവർക്കും അത് നൽകുന്നവർക്കും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കൂടുതൽ ഇതിനൊരു മെച്ചം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നന്ദി, നമസ്കാരം.